ചോദ്യത്തേനു വന്നെങ്കിലെന്നവളാശിച്ചു. അവൻ വന്നെങ്കിലെന്നവളാശിച്ചു. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യപ്പൈങ്കിളി മാനം പറക്കുന്ന വാനം പാടി സ്നേഹിച്ചു. ഒരു വാനം പാടി സ്നേഹിച്ചു. ഹന ചേച്ചി എന്തായി വാനമ്പാടി? നല്ലതല്ലേ? എന്ത്? ആ പാട്ട് നല്ലായിരുന്നു. ആ പാട്ട് നല്ലതാ. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഇവളുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കോടാ? അല്ല, ഹനയ്ക്കൊന്നും പറ്റിയില്ല. ഹനയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. പാട്ട് സൂപ്പറാണ്. പാട്ടും സൂപ്പറായിട്ട് പാടി. ഗ്രിഡിലെന്ത്? അത് ഒരു പാറു പറയുന്നൊരു ഡാൻസർ അല്ലേ? ഗ്രിഡ്. ഓ പാറു, ഗ്രിഡ് പാറു. ഓർക്കസ്ട്രക്കാണോ തെറ്റിയേ? അല്ല, എനിക്കായിരിക്കും. ആണ്. ഇതില് പാറുവിന് കുറച്ചുകൂടി ഒരു അറിവുണ്ടാവും. കാരണം ഡാൻസർ ആണ് പാറു. താളം എന്ന് പറയുന്ന പാറുവിന് ഒരു വീക്ക്നെസ്. കുറച്ച് സ്പീഡ് കൂടി പോയോ? എവിടൊക്കെ സ്പീഡ് കൂടിപ്പോയി. താളം പിടിച്ചില്ലേ കയ്യില്? പിടിച്ചു. എന്ത് ഇത്തിരി സ്പീഡായിട്ട് പിടിച്ചു. എന്നാലും കൊഴപ്പില്ല അല്ലേ? ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. അതൊക്കെ അവിടെ നിക്കട്ടെ. കൊച്ചാദ്യായിട്ടാണ് സാരിയൊക്കെ ഉടുത്ത് വരുന്നത്. ഇവിടത്തെ കൊലാബാണ്. അല്ല, ഇത് കൊളാബല്ല. അല്ല, അപ്പൊ മുടിയിൽ വെച്ചതോ? അല്ല. ഓ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ചുരാലിയ പാടിയപ്പോ ആ സെയിം ആളെ കൊണ്ട് തന്നെ ഇതും ചെയ്യിപ്പിച്ചതാണ്. അതാ. ഓ മൈ ഗോഡ്. ഞാൻ നോക്കട്ടെ. ആദ്യമായിട്ടാണോ സാരി ഉടുക്കുന്നത്? ഞാന് ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി ഒരു വട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കൊറേ നേരം ഇട്ടോണ്ടിരിക്കുന്ന ഇപ്പൊ ആദ്യമായിട്ടാ. അത് ഫോട്ടോ എടുത്തിട്ട് ഊരി എറിഞ്ഞു അല്ലേ മക്കളെ? അതല്ല ചോദിച്ചു, സാരി കംഫോർട്ടബിൾ ആണോ? കൊറേ നേരം ഉടുക്കുന്ന ആദ്യമായിട്ടാണല്ലോ. കൊഴപ്പില്ല. പക്ഷെ ഇത് ഇപ്പൊ കണ്ടില്ലേ ഈ പ്ലീറ്റ്, ഇത് ഞാൻ എന്തുവാ അതെ. അപ്പൊ ഇത് കുറച്ച് മുന്നേ നമ്മൾ ഇങ്ങോട്ടാക്കി. ഇത് സൈഡിലോട്ട് ഇങ്ങനെ പോവും. കാരണം എനിക്ക് ഇവിടെ വണ്ണമൊന്നും ഇല്ലല്ലോ. ഇതിനെന്താ പറയാ നമ്മള്? തുമ്പ്. വേറെ എന്തെങ്കിലും? പല്ലു. പല്ലു. ഇത് ബ്ലൗസ്. ഓ, അത് ബ്ലൗസ് ആണോ? ബ്ലൗസ് ആയിരുന്നു. അണ്ണാച്ചി, നമ്മള് വേറെന്താ പറഞ്ഞു? ഞങ്ങളുടെ ടീഷർട്ടാന്ന് വിചാരിച്ചു. അല്ല, ബ്ലൗസ് ആന്ന് പറഞ്ഞു. ബ്ലൗസ് ആണല്ലേ? ഇതെന്ത് കളറാണ്? പച്ച. ഒരു വയലറ്റ്. ക്ലാസ് ആയിട്ടുണ്ട്. ഇന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇത് ഗ്രിഡില് വീഴുന്ന്? നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. റിഹേഴ്സലിന് 3-4 പറഞ്ഞപ്പോ റെഡിയായി. റിഹേഴ്സലിന് അങ്ങനെ ടൈമിംഗ് പറഞ്ഞിരുന്നു. ഇവിടെ അറിയാതെ ചെയ്തേ. ഇവിടെ പറഞ്ഞു തന്നില്ലേ? ഇവിടെ പറഞ്ഞിരുന്നു കോമ്പറ്റീഷൻ അല്ലേ. എന്നാലും അതിനിടയ്ക്ക് അങ്ങോട്ട് നോക്കി ഇപ്പൊ ഉണ്ടായിരുന്നില്ല. അതെന്തിനാ? അത് ഞാൻ ചുമ്മാ അവരിപ്പൊ അടിക്കുവാന്ന് വിചാരിച്ചു. പാച്ചുവിനോട് ഭയങ്കര പ്രതീക്ഷയോടെ ഹനിങ്ങനെ നോക്ക. എടോ എന്തെങ്കിലുമൊക്കെ എടുത്തൊന്ന് കാണിക്ക് പാച്ചു. അല്ല സർ, നമുക്ക് വേണമെങ്കിൽ പാച്ചു ചേട്ടന് നോക്കാം. പാച്ചു ചേട്ടൻ അവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അല്ല, ഞങ്ങക്ക് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങള് ഇവിടെ പാച്ചു ചേട്ടാ കള്ളൻ അവിടെ തെറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കത്തില്ല. കാരണം സത്യസന്ധത നീ എങ്ങനെ കണ്ട്? അത് ഞാൻ അവരിങ്ങനെ ഞാൻ എല്ലാ പാട്ടിനെയും നോക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം നോക്കിയപ്പോ ഇങ്ങനെ കൊട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നോക്കണ്ടാന്ന്. അങ്ങനെ ഞാൻ നേരെ നോക്കി അങ്ങ് പാടി. പോട്ടെ അല്ലേ? ചോദിക്കാം. ഷാനിക്ക സർ, ആരൊക്കെയാണ് ഇതിന്റെ ക്രിയേറ്റേഴ്സ്? ദേവരാജൻ മാസ്റ്റർ ആണ് മ്യൂസിക് ചെയ്തത്. ലിറിക്സ് എഴുതിയത് വയലാർ രാമവർമ്മ സർ. പിന്നെ ഇത് പാടിയിരിക്കുന്നത് സുശീലാമ്മയാണ്. നദി എന്ന് പറയുന്ന ഒരു സിനിമയിലെ പാട്ടാണിത്. സർ നന്നായിട്ട് പാടി. താങ്ക് യു സർ.
പിന്നെ ആ ഒരു ഔട്ട്ലുക്കും പുതിയൊരു അറ്റയറിലുള്ള ഒരു വരവും ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫ്രഷ് ഹനയെ നമുക്ക് കാണാൻ പറ്റി. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. പാടിയ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ ക്രൈറ്റീരിയ ഈ ഒരു റൗണ്ടിൻ്റെത് എന്ന് പറയുന്നത് ആ ഒരു എംപ്റ്റിനെസ് അല്ലെങ്കിൽ ആ ഒരു ഹോളോ സ്പേസിൽ ശ്രുതിയും താളവും ഇത് രണ്ടും പോവാതെ എത്രത്തോളം പോകുന്നു അല്ലെങ്കിൽ തിരിച്ച് പല്ലവിയിലേക്ക് എങ്ങനെ കയറുന്നു ഉള്ളതാണ് നമ്മുടെ ചാലഞ്ച്. അത് ശരിയായോ? ഇല്ല. ഇല്ല. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. ബാക്കി ഹനയുടെ വോയിസിൽ ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര സൂതിങ് ആയിരുന്നു. താങ്ക് യു സർ. കാരണം ഒരു ഭയങ്കര ഒരു കുട്ടിത്തം, ഒരു ഭയങ്കര ഇന്നസെൻസ് ഉള്ള ഒരു വോയിസ് ആണല്ലോ ഹനയുടെ. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതില് ഈ പാട്ട് കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഈ പാട്ടിന്റെ ആ ഒരു മെയിൻ സ്റ്റേജ് അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രം. ബാക്കിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഇതുപോലത്തെ പാട്ടുകളൊക്കെ എടുത്ത് പാടുക ഹന. ഡിഫറെന്റ് പാട്ടുകൾ ട്രൈ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. താങ്ക് യു സർ. ഈ ഭാഗം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. MG സർ. ഹന, സർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ. താങ്ക് യു സർ. കാരണം മോടെ ഈ സാരിയും അതുപോലെ തന്നെ പാട്ടും ആ ഇന്നസെൻസും എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ കൂട്ടിച്ചേർത്ത് പാടിയാൽ ഒന്നുകൂടെ നന്നായിരുന്നു. അതായത് പഞ്ചതന്ത്രം കഥയിലെ അവിടെ എല്ലാം കുറച്ച് കട്ട്സ് വന്നു. നോക്കിയോ അങ്ങനെ? എനിക്ക് മനസ്സിലായല്ലോ. അത് ഇല്ലാതെ ഒരു പല്ലവി ഒന്ന് പാടാം. പഞ്ചതന്ത്രം കഥയിലെ ആ, പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യപ്പൈങ്കിളി മാനം പറക്കുന്ന വാനം പാടി സ്നേഹിച്ചു, ഒരു വാനം പാടി സ്നേഹിച്ചു. ആ, കുറച്ച് ശ്വാസം കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അല്ലേ? കുറച്ച് ബ്രീത്ത് പോകുന്നുണ്ട്. ആ ബ്രീത്ത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായിരുന്നു. പക്ഷെ മോള് കട്ട് ചെയ്തപ്പോ അത് നല്ല പവർഫുൾ ആയിട്ട് കേട്ടു. പക്ഷെ ആ കട്ടിങ് വരുമ്പോഴത്തേക്കും ആ പാട്ടിന്റെ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിലും ചന്ദ്രികയെ അസലായിട്ട് പാടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോള്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ദേവരാജൻ മാസ്റ്ററെ ചില പാട്ടുകൾക്ക്, ചിലതല്ല എല്ലാ പാട്ടുകളും, അതിൽ പ്രത്യേകിച്ച് ഈ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ല. നദി എന്ന ചിത്രം, അതിനകത്ത് എത്ര പാട്ടുകളാണ്, മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്, ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പാട്ടുകൾ. അത് ഒന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങളൊക്കെ എടുത്തു വെച്ച് പാടണം കേട്ടോ. നിങ്ങളും കൂടെ സെലക്ട് ചെയ്യണം. മോള് നന്നായിട്ട് പാടി കേട്ടോ. അക്സെപ്റ്റ് ചെയ്ത് പോയ സാരമില്ല. എന്നാലും കാണാനും കേൾക്കാനും ഒക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. ഹനക്കുട്ടി, മാം. ഹനക്ക് ഇഷ്ടമാണോ ഈ പാട്ട്? പാട്ട് സെലക്ഷൻ സൂപ്പർവാണ്. കാരണം ഇത് സുശീലാമ്മയുടെ ശബ്ദത്തില് എന്ത് മനോഹരമായ ഒരു പാട്ട്. ആഹാ, ഇതിന്റെ വരികളായാലും ഇതൊരു കൊച്ചു കുട്ടിയോട് പാടുന്ന ഒരു പാട്ടല്ലേ അല്ലേ? മോള് കണ്ടിട്ടുണ്ടോ ഇതിന്റെ പിക്ചറൈസേഷൻ? കണ്ടിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ആ, എന്താ പറയാൻ വരുന്നത്? എന്തോ പറയാൻ പോവാ? അല്ല, അതിനകത്തൊരു അമ്മ ഒരു കുട്ടി ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതായിട്ട്. അത്രയല്ലേ ഉള്ളു, അല്ല വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്നാ പറയുന്നത്. അത്രേ ഉള്ളോ? അതാ ചോദിച്ചത്. അല്ലാതെ വലിയ കാര്യമൊന്നും ഇല്ല. ഒരു അമ്മ കൊച്ചിന്റെ അടുത്ത് പറയുന്നത് അല്ലേ അല്ലേ മോളെ? അതൊക്കെ എന്തിനാ പിന്നെ അടുത്ത് ചോദിക്കുന്നതെന്നാ അവള് ചോദിച്ചത്. അതാണോ ചോദിച്ചത്? അല്ല, അതല്ലേ അതിനകത്ത് വിഷ്വൽ എന്ന് പറഞ്ഞതാ. അപ്പൊ ആ പാടുന്ന ഒരു രീതി മോള് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടു. ആ പാടുന്ന രീതിയിൽ അത് പഞ്ചതന്ത്രം കഥയിലെ ഫസ്റ്റ് ലൈനിൽ തന്നെ മോള് ആ ഗ്ലൈഡ്, അതൊരു ഫിനിഷിംഗ് ഉണ്ട്. അതിങ്ങനെ മോള് വരയ്ക്കുകയാണ്, ഫുള്ള് എല്ലാ നോട്ടും വരച്ച് വരികയാണ്. അതൊരു കുട്ടിയെ നോക്കി പാടുന്ന പോലെയാണെങ്കിൽ എങ്ങനെ പാടും? ആ ലൈൻ മാത്രം ഒന്ന് പാടും. പാറുവിനെ നോക്കി പാടിക്കോ. അടുത്തിരിക്കുന്ന പാറുക്കുട്ടിയെ നോക്കി പാട് എന്ന് വെച്ചാല് ഞാൻ ലൈൻ മാത്രം. അതായത് മോളമ്മ പാടിയാ മതിയോ? ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറയാം. മോളമ്മ, അത് കൊച്ച്. അതെ, മോൾ എങ്ങനെയാണ് ഒരു ആക്ഷൻ കാണിച്ച് പാടുന്നത്? പാടിയേ. പഞ്ചതന്ത്രം കഥയിലെ കുട്ടി അങ്ങടൊക്കെ പോവാ. നിക്ക്. ഇപ്പൊ ആ കുട്ടിയെ നോക്കി പാടിയപ്പോ ആ ഗ്ലൈഡിന് ഒരു ബ്യൂട്ടി വന്നു. മനസ്സിലായോ? അത് മോള് നേരത്തെ പാടുമ്പോ കഥയിലേ എന്നാ പാടിയത്. പാറുവിനെ നോക്കി പാടിയപ്പോ കഥയിലേ പാടി. അതാണ് അതിന്റെ ഡിഫറൻസ്. മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ നമ്മളൊരു പാട്ട് പാടുമ്പോ
അതെന്താണ് മീൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ അതിന്റെ അകത്ത് ആ അമ്മ ഒരു കുട്ടിയോട് പാടുന്നു. ആ പാടുമ്പോ അത് നമ്മൾ ആ ആക്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ അത് അഭിനയിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ അളവ് മനസ്സിലാവുള്ളൂ. അത് നമുക്ക് അധികം പാടി പ്രാക്ടീസ് ഇല്ലല്ലോ. അപ്പൊ ഇതിപ്പോ പാറുവിനെ നോക്കി പാടിയപ്പോ ഇപ്പൊ ഈ കഥയിലേ എന്ന് പാടിയില്ല. പക്ഷെ ഈ പാട്ടിൽ മുഴുവൻ അതാ പാടിക്കൊണ്ടിരുന്നത് മോള്. അത്രയും ഇല്ല അതിന്റെ ഗ്ലൈഡ്. ഇപ്പൊ പാടിയതാണ് കുറച്ചുകൂടി കറക്റ്റ് ആയ ഒരു ഭാഗം. അതായത് അതിന് ആ അളവേ ഉള്ളൂ. മനസ്സിലായോ? താരാരാരാ, താരീരാരാ, താരാരാരാ. അത്രേ ഉള്ളൂ. ഇങ്ങനെ നോക്കി പാടില്ലേ? അപ്പൊ പാടുമ്പോ എങ്ങനെയാ നമ്മൾ, അപ്പൊ അത് ഒരു അഭിനയം കൂടിയാണ് അതിന്റെ ഉള്ളിൽ. ഇതൊക്കെ ഒരുപാട് ഡ്രാമയാണ് മോളെ. ഈ പാട്ട് ഇത് ആരാ എഴുതിയത്? വയലാർ രാമവർമ്മ സാർ അല്ലേ? അപ്പം സാർ എന്ത് സിമ്പിൾ ആയിട്ടാണ് എഴുതിയത്. ഇത് രണ്ട് ബോട്ടുകളാണ്, അതിൽ നടക്കുന്ന കഥയാണ് ഈ ഇവരിങ്ങനെ വേറെ രീതിയിൽ പാടുന്നത്. അത് നല്ല രസമാണ് അത് കേൾക്കാൻ. അപ്പൊ അവരുടെ ഉള്ളിലുള്ള പ്രണയവും കാര്യങ്ങളും ഒക്കെയാണ് അവർ ഈ പാടുന്നത്. കഥ ഒരു നല്ല കഥ കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പോലെ പാടാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ആ സ്വീറ്റ് ആയിട്ടുള്ള വരികളാണ്, സിമ്പിൾ വരികളാണ്. അപ്പൊ ഒരു കുട്ടിയോട് പാടുമ്പോൾ ഒരുപാട് സംഗതികൾ കാണില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ചെറിയ ചെറിയ പറഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല, ഒരു കഥ പറയുന്ന പോലെ. അപ്പൊ അതാണ് എനിക്ക് അതിൽ മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. മോള് നന്നായിട്ട് പാടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ വോയിസ്, ക്യൂട്ട് ശബ്ദം. ശരിക്കും ആ കുട്ടി അമ്മയോട് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. അത്ര ക്യൂട്ടായിരുന്നു വോയിസ് കേൾക്കാൻ. പക്ഷെ ഇതിലുള്ള ഈ എക്സ്പ്രഷൻസ്, അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോ അത് നമുക്ക് മാറി അങ്ങനെ പാടാൻ പറ്റും. അല്ലാതെ പാട്ട് ടെക്നിക്കലായി പോകും. വളരെ കൂടുതൽ ടെക്നിക്കാലിറ്റിയിൽ മാത്രം ഫോക്കസ്ഡ് ആവും. ഇതാവുമ്പോ എക്സ്പ്രഷൻ വരും. അപ്പൊ ഇപ്പോഴും മോള് പാറുവിനെ നോക്കി പാടിയ രീതിയിൽ വേണമായിരുന്നു അത് പാടാൻ. മനസ്സിലായോ? മനസ്സിലായി. അതാണ് എനിക്കിതിൽ തോന്നിയത്. പിന്നെ അല്ലാതെ പിന്നെ നമ്മുടെ ഈ റൗണ്ട് എന്താണ്, ലയം റൗണ്ട്, ആ ലയം റൗണ്ടിലുള്ള ആ സംഭവം അങ്ങ് മാറിപ്പോയി. അതാണ് നമുക്ക് പറ്റിപ്പോയത്. അല്ലായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. പിന്നെ സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സാർ. അനാ ഉഗ്രം പാട്ട് താങ്ക് യു സർ. നന്നായിട്ട് പാടി, താങ്ക് യു സർ. നന്നായിട്ട് പാടി കേട്ടോ. കാര്യം ഈ ഒരു ഗ്ലൈഡ് അവിടെ കൊണ്ട് കാണിക്കരുത്. ആ നോട്ടങ്ങ് പാടി വിട്ടേക്ക. ബാക്കി നമ്മൾ കേൾവിക്കാരന്റെ മനസ്സിൽ അത് പോയി വീണോളും. കഥയിലേ അങ്ങനെ ആക്കുന്ന എന്തിന്റെ സിംഹോ, അങ്ങനെ വേണ്ട കേട്ടോ. അത് ആ കേർവ്സ് ഒക്കെ അതിനൊക്കെ അർത്ഥമുണ്ട്. ഇവരൊക്കെ എന്താ പറയണ്ട, പ്രത്യേകിച്ച് സുശീലാമ്മ പാടിയേക്കുന്ന എല്ലാ പാട്ടുകളും അതിമനോഹരങ്ങളാണ്. സുശീലാമ്മയുടെ ഞെട്ടിക്കുന്ന കോമ്പസിഷൻസ് ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ല. അതൊക്കെ കേൾക്കണം കേട്ടോ. എങ്ങനെയാണ് ആ അമ്മ പാടുന്നത്, ഓരോ പാട്ടിനും ജീവൻ കൊടുക്കുന്നത്. എനിക്ക് ആ എന്താണ് ഓരോ കിനാവിലും അതൊന്ന് പറയാമോ, ഒന്ന് പാടാമോ? ഓരോ കിനാവിലും മാലാഖമാർ വന്നു ശോഷന്ന പുഷ്പങ്ങൾ അത് കുറച്ചും കൂടെ എന്നുള്ളത് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാൻ കൂടെ, അല്ലെങ്കിൽ ഷായും കൂടെ അറിയാൻ പറ്റണ്ടായി പോവും. ശോഷന്ന പുഷ്പങ്ങൾ കേട്ടോ. അത് നോക്കിക്കൊള്ളുക, വേറെ ഒന്നുമില്ല. വേറെ നന്നായിരുന്നു. പിന്നെ ഈ താളം അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണ്ടേ. ഇടയ്ക്ക് എന്തിനാ പാച്ചുനെ നോക്കിയത്? അവിടാണ് തെറ്റിപ്പോയത്. അല്ല, ഞാൻ ഈ ഒരു ടീമിനെ നോക്കിയതായിരുന്നു. എന്തിന്? അവര് തുടങ്ങാറായോ? ടീം സ്പിരിറ്റിന് വേണ്ടിയോ? അവര് തുടങ്ങാറായോ? ഞാൻ നേരത്തെ എത്തിയോ? അവര് ഉറങ്ങുകയാണോ? അല്ല, തുടങ്ങാറായോ? അവര് പ്രിപ്പയർഡ് ആയോ? പാച്ചുവിനെ ആര് നോക്കിയാൽ അവരുടെ താളം തെറ്റും. അവര് റെഡിയാണെന്നുണ്ടെങ്കിൽ അല്ലേ, റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് പെട്ടെന്ന് പോകാല്ലോ. പാച്ചു തന്നെ താളം തെറ്റിയ ഒരു മനുഷ്യനാ. സാർ ഇത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്തത്. ശരത് സാർ പണ്ട് റിലേ റേസിനെ സ്കൂളിൽ ഈ ഓടാൻ പോണം. അപ്പൊ ഞങ്ങള് സ്കൂളില് പഠിക്കുമ്പോ അപ്പൊ ഓടാൻ പോകുന്ന സമയത്ത് അന്ന് ഇവര് എല്ലാരെയും പ്ലാൻ ചെയ്ത് വെക്കും, ഇന്റർ സ്കൂൾ ഓട്ട മത്സരം. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരാള് ചിലപ്പോ വരില്ല എന്നുള്ളപ്പോ ഞാനായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട്. അത് എന്നെ അവര് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി വെച്ചു. അപ്പൊ എനിക്ക് പ്രാക്ടീസ് ഇല്ല, എന്ത് ചെയ്യണമെന്ന്. ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓടി പ്രാക്ടീസ്, അത്രേ ഉള്ളൂ. ഞാൻ നേരെ അവിടെ ഗ്രൗണ്ടിൽ ചെന്നു. അന്ന് അവര് വന്നില്ല. അപ്പൊ ഞാൻ ഓടണം. ഞാനെല്ലാം സെറ്റായി റെഡിയായി നിൽക്കുക. അപ്പൊ എനിക്കിത് കണ്ടിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ, ഓടിയിട്ടോ പ്രാക്ടീസ് ഒന്നുമില്ല. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സംഭവം തുടങ്ങുമ്പോ ഒരു ക്ലാപ്പ് അടിക്കും. ഈ ക്ലാപ്പ് അടിച്ച് ഓടണം. ഞാനാണ് ആദ്യം ഓടേണ്ടത്. അപ്പൊ ഇത് അടിച്ച ഉടനെ ഓടണം. ഞാൻ ഇങ്ങനെ ഇത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇത് അടിച്ചു, ഞാൻ ഒരൊറ്റ ഓട്ടം. ഞാൻ ഈ സാധനം പിടിച്ചു, ഭയങ്കര ഓട്ടം. ഓടിക്കഴിഞ്ഞ് ഞാൻ സൈഡിൽ നോക്കുമ്പോ ഇവളിപ്പോ നോക്കിയില്ലേ, അതുപോലെ ആരും കാണാനില്ല സൈഡില്.
ഞാൻ വിചാരിച്ചു ദൈവമേ ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഞാൻ മാത്രമാണോ ഓടുന്നത്, വേറെ ആരും ഓടുന്നില്ലേ, വല്ലാത്തൊരു ചമ്മല്. ഈശ്വര എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും ഓടി വരിക, ബാക്കി എല്ലാവരും ബാക്കിൽ നിന്ന് ഓടി വരിക. ഞാൻ മണ്ടത്തരം പോലെ അവിടെ ഇങ്ങനെ നിന്ന് ഇവരൊക്കെ ഓടി വരുന്നത്, എന്നെ എല്ലാവരും വിളിക്കുക വേഗം വാ ഞങ്ങളുടെ സ്പീഡ് കളയല്ലേ, എന്നിട്ട് അവിടെ കിടന്നോടി. അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞത് ഞാൻ ഓർത്തത്, അവിടെ നമ്മൾ പഴയ പെട്ടെന്ന് ആമയും തിരിഞ്ഞു മുയലിന്റെ നോക്കൂലേ. കഥ ഒന്ന് തള്ളി പറഞ്ഞല്ലേ? അല്ല അങ്ങനെയാണ്. സത്യമായിട്ടും നടന്ന കഥയാ. എന്റെ അമ്മ അവിടെ എന്താ തിരിഞ്ഞു നോക്കിയത് എന്ന്. കാരണം ഇത് ചേച്ചി ഭയങ്കര അടിച്ചോ ഇല്ലയോ എന്നുള്ള ഓർമ്മയില്ല. ഇത് അടിച്ചെന്ന് വിചാരിച്ചിട്ടാ ഓടിയത്, പക്ഷെ അടിച്ചിരുന്നു. ഞാൻ വെറുതെ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോ എല്ലാരും എന്റെ അടുത്തെത്തി. അപ്പൊ മയില് നല്ല സ്പീഡിനാ ഓടി, അതെ ചേച്ചി ഫസ്റ്റ് എത്തിയേനെ. അസാധ്യമായിട്ട് ഓടി. ഇനി എന്താ മാർക്സ് ചോദിക്കാം. ഷാനിക്ക. ഹന 8.7. താങ്ക് യു സർ. ഷാരിഖ് സർ. ഹന സർ 8.6. താങ്ക് യു സർ. ചേച്ചി. ഹന 8.6. താങ്ക് യു. എം ജി സർ. ആ ഇവിടെ നിന്ന് എടുക്കാൻ പോണ എന്നാ എവിടെയും തൊടല്ലേ, ഞാൻ നല്ലവനൊന്നും അല്ല. സൂക്ഷിക്ക്. അസാധ്യം. ഓക്കെ സോ ടോട്ടൽ 25.9. ഓക്കെ അപ്പൊ ഹന ചേച്ചി. എന്തായാലും ഈ കോസ്റ്റ്യൂം ഒക്കെ നമ്മൾ അടിപൊളിയാണെന്ന് പറഞ്ഞു അല്ലേ ചേച്ചി? പിന്നെ അടുത്ത പാട്ടിലും ഇതുപോലെ അടിപൊളി കോസ്റ്റ്യൂംസ് ഒക്കെ ആയിട്ട് വരണം. അപ്പൊ ആ ചേച്ചിയോട് പറയണം. ആ ചേച്ചി ഇങ്ങനെ ഫുൾ ടൈം വർക്കിംഗ് ആണോ ആള്? അതെ, ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് മടുത്തപ്പോൾ തുടങ്ങിയതാണ്. വെരി ഗുഡ്. പറു. ഹന ഇപ്പൊ പറഞ്ഞില്ലേ വീട്ടിലിരുന്ന് മടുത്തിട്ട് തുടങ്ങിയതാണെന്നുള്ളത്. ശരിക്കും ഇങ്ങനെ ഒരു അവസരവും കിട്ടാത്ത കുറേ സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പം അവർക്ക് വീട്ടു ജോലിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ കുറേ സ്ത്രീകളുണ്ട്. അപ്പോൾ ശരിക്കും അവർക്കൊരു വരുമാനമില്ല. അപ്പം എന്തിനെങ്കിലും എന്തെങ്കിലും വരുമാനം വേണമെങ്കിൽ ആശ്രയിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഭർത്താവിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടുകാരുടെ അടുത്തുനിന്ന് ഉള്ള പൈസയല്ലേ കിട്ടുന്നുള്ളൂ അവർക്ക്. ശരിക്കും നമ്മുടെ ഇപ്പോ നമുക്കൊരു പ്ലസ് പോയിന്റ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ ഇപ്പോ ഹൗസ് വൈഫ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർക്കൊക്കെ ഒരു പെൻഷൻ പോലെ എല്ലാ മാസവും 1000 രൂപ വീതം കൊടുക്കുന്നുണ്ട്. ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും അത് വളരെ നല്ലൊരു കാര്യമാണ്, വിലയേറിയ ഒരു സംഭവമാണ് നമ്മുടെ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വർഷത്തിൽ 3800 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് സർക്കാർ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതില് ചേരണമെങ്കിൽ പഞ്ചായത്ത് വഴി ബന്ധപ്പെടാം ഈ വീട്ടമ്മമാർക്ക്. അതെ, തീർച്ചയായിട്ടും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ ഇതിലേക്ക് ചേരണമെങ്കിൽ ഇങ്ങനെ അവരുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്കീമിലേക്ക് അവർക്കും ചേരാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു 1000 രൂപ എന്ന് പറയുന്ന ഒരു വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് അതൊരു വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പൊ സർക്കാർ ചെയ്യുന്ന ഈ ഒരു കാര്യം ഒരു വലിയൊരു കാര്യമാണ് ഫോർ ഓൾ ദ ലേഡീസ്. എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടെ ഇതിലേക്ക് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 31 ലക്ഷത്തോളം ആൾക്കാർക്ക് ഇത് അവർ ചെയ്ത് കഴിഞ്ഞു. അതെ. അപ്പോ സർക്കാരിനൊരു വലിയ നന്ദി അറിയിക്കുകയാണ് ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നതില്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ചേച്ചി പറഞ്ഞു കേട്ടല്ലോ, ഇത് അറിയാത്ത ആന്റിമാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇനി അടുത്ത പാട്ട് അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു.